മലപ്പുറം അരീക്കോട് കുഴിമണയിൽ ശ്മശാന ഭൂമിയെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ പോലീസും കോളനി നിവാസികളും തമ്മിൽ സംഘർഷം. മൃതദേഹം അടക്കം ചെയ്യാൻ കുഴിയെടുക്കുന്നത് പോലീസ് തടഞ്ഞതോടെ മണിക്കൂറുകളോളം മൃതദേഹം അനാഥമായി കിടന്നു. തർക്കം തുടരുന്നതിനിടെ പോലീസ് ബന്ധുക്കളെ അറസ്റ്റ് ചെയ്യുകയും മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. അരീക്കോട് കുഴിമണ്ണ് പഞ്ചായത്തിലെ കളത്തിങ്കൽ പുല്ലഞ്ചേരി കോളനി നിവാസികൾ മൃതദേഹവുമായി സംസ്കാര ചടങ്ങുകൾക്ക് എത്തിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ശ്മശാന ഭൂമി വ്യാജരേഖയുണ്ടാക്കി സ്വകാര്യ വ്യക്തി തട്ടിയെടുത്തുവെന്ന ആക്ഷേപം നേരത്തെ തന്നെ കോളനി നിവാസികൾ ഉന്നയിച്ചിരുന്നു. മൃതദേഹം മറവ് ചെയ്യാൻ കുഴിയെടുക്കാൻ തുടങ്ങിയതോടെ പോലീസ് തടഞ്ഞു. കോളനി നിവാസികളും പോലീസും തമ്മിൽ പിന്നീട് നേരിയ സംഘർഷമുണ്ടായി. ബലപ്രയോഗത്തിലൂടെ പോലീസ് ബന്ധുക്കളെ അടക്കം നീക്കിയതോടെ മൃതദേഹം സ്ഥലത്ത് ഉപേക്ഷിച്ച് ബന്ധുക്കൾ അറസ്റ്റ് വരിച്ചു. തിരൂർ RDO സ്ഥലത്തെത്തി ചർച്ച നടത്തിയെങ്കിലും സമരസമിതി ശ്മശാന ഭൂമിയാണെന്ന നിലപാടിൽ തന്നെ ഉറച്ചുനിന്നു. 19 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ശ്മശാന ഭൂമി ഒരാൾ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ അയാൾ ഇവിടെ ബോഡി വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവർ പറഞ്ഞ് വേറെ ആളടുത്താണ് ഭൂമിയുള്ളത്. അപ്പോൾ നമ്മൾ വില്ലേജ് ഓഫീസ് തഹസിൽദാരോട് നമ്മളെ രേഖ കാണിച്ചിട്ട് നമ്മൾ ഭൂമി കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ തഹസിൽദാർ പറയുന്നത് ഇത് ഭൂമി തന്നെയാണ്, പക്ഷേ ഇത് വേറെ ആളെ കയ്യിലാണ്. ഇത് കോടതിയിൽ ഇതിൽ കേസുണ്ട്. കേസിന് അന്ന് ആ ഓർഡറോടെ അതും കാണിച്ചിട്ട് അവർ കാണിച്ചു തരുന്നത്. പോലീസിനെ വെച്ചിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ഞങ്ങൾ ആളുകളെ തല്ലി അടിച്ച് നിർത്തുകയാണ് ചെയ്തത്. 4 മണിക്കൂർ മൃതദേഹം സ്ഥലത്ത് അനാഥമായി കിടന്നു. മറ്റൊരിടത്തേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ ബന്ധുക്കൾ തയ്യാറാകാത്തതോടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. മലപ്പുറം DYSP ജലീൽ തോട്ടത്തിലിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. ശ്മശാന ഭൂമി നിലനിർത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശ്മശാന സംരക്ഷണ സമിതി. 20ഓളം ബന്ധുക്കളെ വിവിധ വകുപ്പുകൾ ചുമത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മീഡിയ 1 മലപ്പുറം.